ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 3D മാസ്ക് ഉണ്ടാക്കാൻ പഠിക്കാം. 10 ഇഞ്ച് നീളവും 9.5 ഇഞ്ച് വീതിയുള്ള ഒരു ചതുര കഷ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനെ നടുമടക്കിയതിന് ശേഷം വീണ്ടും ഒരു മടക്ക് കൂടി മടക്കണം. ഇനി 1.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യണം. അതുപോലെ 1.5 ഇഞ്ച് മുകൾ വശം മാർക്ക് ചെയ്യണം. ആ ലൈൻ രണ്ട് കൂട്ടി യോജിപ്പിക്കണം. ആ ലൈനിൽ കട്ട് ചെയ്ത് ആ പീസ് എടുത്ത് കളയണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ പീസിനെ തിരിച്ച് മടക്കണം. തിരിച്ച് മടക്കിയിട്ട് മുകൾ വശം സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിൽ 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം അതിനെ റൗണ്ട് ചെയ്ത് യോജിപ്പിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗം നമ്മുടെ മൂക്കിൻ്റെ മുകളിലും ആ റൗണ്ട് മാർക്ക് ചെയ്ത് നമ്മുടെ കണ്ണിന് താഴെയും നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മാസ്കിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തുണിയിൽ കട്ട് ചെയ്യണം. 2 പീസ് തുണിയാണ് വേണ്ടത്. അത് 2 കളർ എടുത്ത് എന്താ വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആ 2 പീസ് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ചെവിമേൽക്കുള്ള സ്ട്രാപ്പിന് മാർക്ക് ചെയ്യലാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പോയിന്റിൽ അടയാളിട്ട് വെച്ചാൽ മതി. ആ അടയാളത്തിൽ ആണ് ഇനി വള്ളി വയ്ക്കുന്നത്. ഇനി നമുക്ക് ചെവിമേൽക്കുള്ള സ്ട്രാപ്പാണ് കട്ട് ചെയ്യുന്നത്. 1 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളമാണ് അതിന് ആവശ്യമുള്ളത്. അത് നടുമടക്കിയിട്ട് കട്ട് ചെയ്ത 2 പീസ് കിട്ടും 2 സൈഡിലേക്കുള്ള. അല്ലെങ്കിൽ ഒറ്റ പീസ് 16 ഇഞ്ചിലെടുത്തിട്ട് 8 ഇഞ്ചിൽ 2 പീസാക്കി എടുത്താലും മതി. മാസ്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യം തയ്ക്കേണ്ടത് ചെവിമേൽക്ക് ഉള്ള വള്ളിയാണ്. അത് 2 എണ്ണം ആദ്യം തയ്ച്ചു വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച 2 അടയാളം മാർക്ക് ചെയ്ത് വെച്ചില്ലേ, ആ മാർക്കിൽ ആ വള്ളി പിടിപ്പിക്കുകയാണ് വേണ്ടത്.
വള്ളി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അത് പിരിഞ്ഞു പോകരുത്. കറക്റ്റായിട്ട് നോക്കി പിടിപ്പിക്കണം. രണ്ട് സൈഡിലും പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ തുണി അതിൻ്റെ മുകളിൽ വെച്ച് അടിച്ച് മറിച്ചെടുക്കണം. സ്ട്രാപ്പ് ഉള്ളിൽ പോകുന്ന രൂപത്തിൽ വേണം അത് തയ്ക്കാൻ. അപ്പോഴാണ് അടിച്ച് മറിക്കുന്ന സമയത്ത് രണ്ട് സ്ട്രാപ്പും പുറത്തേക്ക് വരുള്ളൂ. വേണ്ടത് അടിച്ച് മറിച്ച പീസിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യണം. കിനാരിക്ക് ഒരു സ്റ്റിച്ച് ചെയ്യണം. പിന്നെ നമുക്ക് ഡബിൾ സ്റ്റിച്ചും ചെയ്യാം. അതല്ല കിനാരിയിലൊരു സിംഗിൾ സ്റ്റിച്ച് മാത്രം ചെയ്ത് നിർത്തുന്നത് അങ്ങനെ. ഇപ്പോൾ നമുക്ക് സ്ട്രാപ്പ് രണ്ടും വെച്ച ഭാഗത്ത് 2.25 ഇഞ്ച് കിട്ടും. ആ 2.25 ഇഞ്ചിനെ നമുക്ക് അകത്തേക്ക് മടക്കാം. അത് മനസ്സിലാവാനാണ് ഈ രണ്ട് കളറ് ചെറിയ കളർ വ്യത്യാസത്തിൽ വെച്ചിട്ടുള്ളത്. നല്ല തുണിയാണ് ഇപ്പോൾ നമ്മൾ അകത്തേക്ക് മടക്കിയത്. ആ സ്ട്രാപ്പിനോട് ചേർത്തി നീളത്തിൽ മടക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി വീതിക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യണം. ഈ മാസ്കിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ നേരത്തെ മടക്കി വെച്ച തുണി വീണ്ടും നടു മടക്കിയിട്ട് ആ സൈഡിൽ പിടിപ്പിക്കുകയാണ് ഇനി ചെയ്യാനുള്ളത്. അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നടു മടങ്ങിയിരിക്കുമ്പോൾ അത് ചെരിവുണ്ടാവും. അടിയിലത്തെ പീസ് ആ ചെരിവ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് വീണ്ടും മടക്കുന്ന ആ പീസിനെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കണം. ആ ചെരിവ് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കണം. നമ്മൾ ചെവി മലക്കി വെച്ചിട്ടുള്ള വള്ളിയുടെ ആ ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ആക്കണം. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കുള്ള ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് പിന്ന് കുത്തി വെച്ചാൽ മതി. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്ന് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. തുടക്കക്കാർക്കത് പിന്ന് കുത്തി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്താൽ മതി. കറക്റ്റ് നീളത്തിലൊരു സ്റ്റിച്ച് ചെയ്താൽ
രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കൊറോണയെ നമുക്ക് പ്രതിരോധിക്കാം. മാസ്ക് വയ്ക്കാൻ മറക്കരുത്. സാനിറ്റൈസർ ഉപയോഗിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.